ഹലോ ഓൾ, എല്ലാവർക്കും iPlusന്റെ പുതിയൊരു ക്ലാസ്സിലേക്ക് സ്വാഗതം. അപ്പം നമ്മൾ ഇന്ന് ചെയ്യാനായിട്ട് പോകുന്നത് ബോട്ടണിയുടെ ക്വസ്റ്റ്യൻ ഡിസ്കഷൻ ആണ്. അപ്പം നമുക്കറിയാമല്ലേ, ജൂനിയർ ലാബ് അസിസ്റ്റന്റ് എക്സാമിന് 10 മാർക്കാണ് ബോട്ടണിയിലെ ഭാഗങ്ങളുള്ളത്. അപ്പോൾ ആ ഭാഗങ്ങളെല്ലാം കൂടി കമ്പൈൻ ചെയ്തിട്ടുള്ളൊരു ക്വസ്റ്റ്യൻ ഡിസ്കഷൻ ആണ് നമ്മൾ ഇന്ന് ഇവിടെ ചെയ്യാനായിട്ട് പോകുന്നത്. അപ്പോൾ ഇതിൽ ഓൾ സിലബസ് മാക്സിമം നമ്മൾ കവർ ചെയ്യാനായിട്ട് ശ്രമിച്ചിട്ടുണ്ട്. അപ്പം നമുക്ക് നോക്കാം. So the concept of omnicellular e-cellular regarding cell division was first proposed by അല്ലെ, ഒരു സ്റ്റേറ്റ്മെന്റ് ആണ് തന്നിട്ടുള്ളത്, ഒരു ലാറ്റിൻ സ്റ്റേറ്റ്മെന്റ് ആണ് അല്ലെ. ഓംനിസെല്ലുലാർ e-cellular എന്ന് പറയുന്ന ഈ ഒരു സ്റ്റേറ്റ്മെന്റ് ആദ്യമായിട്ട് പ്രപ്പോസ് ചെയ്തത് ആരാണ്? ഫസ്റ്റ് പ്രപ്പോസ് ചെയ്തത് ആര് എന്നതാണ്. സോ നോക്കിയേ, റുഡോൾഫ് വിർച്യു, ഷ്വാൻ, ഷ്ലീഡൻ ആൻഡ് അരിസ്റ്റോട്ടിൽ. അപ്പൊ നമുക്കറിയാം ഈ ഒരു സ്റ്റേറ്റ്മെന്റ് നിങ്ങൾ പലരും കേട്ടിട്ടുണ്ടായിരിക്കും അല്ലെ. സെൽ തിയറിയുമായി ബന്ധപ്പെട്ട് കിടക്കുന്ന ഒരു സ്റ്റേറ്റ്മെന്റ് ആണ് ഇതെന്ന് പറയുന്നത്. അപ്പം എന്താണ് സെൽ തിയറിയുമായി ബന്ധപ്പെട്ട് നമുക്ക് ആദ്യം നോക്കേണ്ടത് 2 സയന്റിസ്റ്റുകളാണ്, ഷ്ലീഡനും അതേപോലെ തന്നെ നമ്മുടെ ഷ്വാനും. ഷ്ലീഡൻ എന്ന് പറയുന്നത് ഒരു ബൊട്ടാനിസ്റ്റ് ആയിരുന്നു. അദ്ദേഹം എന്ത് പറഞ്ഞു? പ്ലാന്റ് സെല്ലുകളൊക്കെ കമ്പോസ് ചെയ്തിട്ടുള്ളത് എന്താണ്? പ്ലാന്റ്സ് എല്ലാം കമ്പോസ് ചെയ്തിട്ടുള്ളത് സെൽസ് കൊണ്ടാണെന്ന് പറഞ്ഞു. ഷ്വാൻ പറഞ്ഞു അങ്ങനെയാണെങ്കിൽ ആനിമൽസ് എല്ലാം കമ്പോസ് ചെയ്തിട്ടുള്ളതും എന്തുകൊണ്ട് തന്നെയാണ്? സെൽസ് കൊണ്ട് ആണ് എന്ന് പറഞ്ഞു. സോ നമ്മുടെ സെൽ തിയറി, അതിനുശേഷം ഇവർ രണ്ടുപേരും കൂടി അങ്ങ് ഒത്തുചേർന്നിട്ട് സെൽ തിയറി തന്നെ എന്ത് ചെയ്തു? കൊണ്ടുവരാനുള്ളത്. അപ്പൊ ആദ്യം 2 സയന്റിസ്റ്റ് ആയിട്ടുള്ള ഷ്ലീഡനും ഉണ്ടായിരുന്നു, ഷ്വാനും ഉണ്ടായിരുന്നു. ഷ്ലീഡൻ എന്ത് ചെയ്തു? പ്ലാന്റ് സെൽസ് എല്ലാം എന്തുകൊണ്ടാണ് നിർമ്മിതമായിരിക്കുന്നതെന്ന് പറഞ്ഞു. സെൽസ് കൊണ്ടാണ്. അതേപോലെ തന്നെ ആനിമൽസ് എല്ലാം നിർമ്മിച്ചിട്ടുള്ളത് സെൽസ് കൊണ്ടാണെന്ന് ഷ്വാനും പറഞ്ഞു. ദെൻ രണ്ടുപേരുടെ കമ്പൈൻ ചെയ്തിട്ട് സെൽ തിയറി ആണ് പോസ്റ്റുലേറ്റ് ചെയ്തത്. സെൽ തിയറി എന്ന് പറയുന്നത് all living organisms are composed of 1 or more cells അല്ലെ. ഏതൊരു ലിവിങ് ഓർഗാനിസവും കമ്പോസ് ചെയ്തിരിക്കുന്നത് 1 അല്ലെങ്കിൽ അതിലധികം സെൽസ് കൊണ്ട് ആണ്. അതേപോലെ തന്നെ സെൽസ് ആണ് എന്ത്? സ്ട്രക്ചറൽ ആൻഡ് ഫങ്ഷണൽ യൂണിറ്റ് ഓഫ് ലൈഫ് അല്ലെ. സ്ട്രക്ചറൽ ആൻഡ് ഫങ്ഷണൽ യൂണിറ്റ് ഓഫ് ലൈഫ് എന്നറിയപ്പെടുന്നത് സെല്ലാണ്. അതേപോലെ തന്നെ എന്താണ്? സെൽസ് എല്ലാം കമ്പോസ് അല്ലെങ്കിൽ ലിവിങ് തിങ്സിനെ കമ്പോസ് ചെയ്തിരിക്കുന്നത് സെൽസ് കൊണ്ടാണെന്നും പറഞ്ഞു. പക്ഷെ ഇപ്പം ഇവർ രണ്ടുപേരും ഈ 2 കാര്യങ്ങളെ പറഞ്ഞുള്ളൂ. പക്ഷെ സെൽസിന്റെ ഒറിജിനെ പറ്റി പറയാനായിട്ട് ഇവർക്ക് പറ്റിയില്ല. ഇവർ ഫെയിൽ ആയിപ്പോയി. സെൽസ് എവിടെ നിന്ന് വരുന്നു എന്നുള്ള ആ ഒരു കൺസെപ്റ്റ് ഇവർക്ക് കൊണ്ടുവരാൻ പറ്റിയില്ല. സോ ദെൻ അനദർ സയന്റിസ്റ്റ് റുഡോൾഫ് വിർച്യു എന്ത് ചെയ്തു? എക്സ്പ്ലെയിൻ ചെയ്തു. സെൽസ് ആർ ഡെവലപ്ഡ് ഫ്രം പ്രീ എക്സിസ്റ്റിംഗ് സെൽ. നേരത്തെ ഉള്ള ഒരു സെല്ലിൽ നിന്നാണ് എന്ത് ചെയ്യുന്നത്? പുതിയ സെല്ല് ഉണ്ടാകുന്നത് എന്ന് ആര് പറഞ്ഞു? റുഡോൾഫ് വിർച്യു പറഞ്ഞു. അപ്പം അതാണ് എന്ത് ഇവിടെ പറഞ്ഞിട്ടുള്ള ഓംനിസെല്ലുലാർ e-cellular എന്ന് പറയുന്ന ലാറ്റിൻ പദം. അതിന്റെ അർത്ഥം എന്താണ്? സെൽസ് ആർ എറൈസ്ഡ് ഫ്രം പ്രീ എക്സിസ്റ്റിംഗ് സെൽസ്. ഒരു സെൽ ഉണ്ടാവുന്നത് നേരത്തെ ഉണ്ടായിരുന്ന സെല്ലിൽ നിന്നാണ്. അപ്പൊ അത് പറഞ്ഞത് ആരാണ്? റുഡോൾഫ് വിർച്യു ആണ് പറഞ്ഞത്. സെൽ തിയറിയുടെ 3ാമത്തെ പോയിന്റ് കൂടിയാണ് അത് എന്ന് പറയുന്നത്. സോ ക്ലിയർ ആയല്ലോ. 2ാമത്തെ ക്വസ്റ്റ്യനിലേക്ക് പോകാം. ക്രോസിംഗ് ഓവർ ഒക്കേഴ്സ് ഡ്യൂറിംഗ് വിച്ച് സ്റ്റേജ് ഓഫ് മിയോസിസ്? നമുക്ക് സെൽ ഡിവിഷൻ പഠിക്കാറുണ്ട് അല്ലെ. ഇതൊരു കൺഫേം ക്വസ്റ്റ്യൻ ആണെന്ന് നിങ്ങളോട് ഞാൻ ഉറപ്പ് തരാം. അതായത് സെൽ സൈക്കിളിന്റെ ഏതെങ്കിലും ഒരു സ്റ്റേജ് റിലേറ്റഡ് ആയിട്ടുള്ള ഒരു ക്വസ്റ്റ്യൻ നമുക്ക് എന്തായാലും പ്രതീക്ഷിക്കാം. കാരണം അത് അത്രയ്ക്ക് ഇമ്പോർട്ടൻ്റ് ആണ്. ഇപ്പൊ ക്രോസിംഗ് ഓവർ എന്ന് പറയുന്ന ഇവന്റ് നടക്കുന്നത് ഏത് സ്റ്റേജിലാണ്? ക്രോസിംഗ് ഓവർ എന്ന് പറയുന്ന ഇവന്റ് നടക്കുന്നത് സെൽ സൈക്കിളിന്റെ ഏത് സ്റ്റേജിലാണ് എന്നുള്ളതാണ് നമ്മുടെ ക്വസ്റ്റ്യൻ എന്ന് പറയുന്നത്. സോ നമുക്ക് നോക്കാം. ലെപ്റ്റോട്ടീൻ, സൈഗോട്ടീൻ, പാക്കറ്റീൻ, ഡിപ്ലോട്ടീൻ. നമുക്ക് മിയോട്ടിക് ഡിവിഷൻ എന്ന് പറയുന്നത് 2 ഉണ്ട് അല്ലെ. മിയോസിസ് 1 ഉണ്ട്, മിയോസിസ് 2 ഉണ്ട്. മിയോസിസ് 1ന്റെ ഫസ്റ്റ് സ്റ്റേജ് ആണ് പ്രോഫേസ് 1 എന്ന് പറയുന്നത്. ആ പ്രോഫേസ് 1ന് വീണ്ടും എന്തുണ്ട്? 4 സബ് സ്റ്റേജുകളുണ്ട്. പ്രോഫേസ് 1ന് വീണ്ടും എന്തുണ്ട്? 4 സബ് സ്റ്റേജുകളാണ് ഉള്ളത്. ഏതൊക്കെയാ നോക്കാം. The chromosomes begin to condense and attain a compact structure during leptotin. അപ്പൊ നമുക്കറിയാം ആദ്യത്തെ സ്റ്റേജ് ആണ് ലെപ്റ്റോട്ടിൻ. ഒന്നുകൂടി ശ്രദ്ധിച്ച് ഞാൻ ഒന്നുകൂടി പറയാം. മിയോട്ടിക് ഡിവിഷൻ.
മിയോട്ടിക് ഡിവിഷൻ എന്ന് പറയുമ്പോൾ മിയോസിസ് 1 ഉണ്ട്, മിയോസിസ് 2 ഉണ്ട്. അതിൽ മിയോസിസ് 1ന്റെ ഫസ്റ്റ് സ്റ്റേജ് ആണ് പ്രൊഫേസ് 1 എന്ന് പറയുന്നത്. ഈ പ്രൊഫേസ് എന്ന് പറഞ്ഞ ഒരു ലോങ് ഫേസ് ആണ്. അപ്പൊ അതിന് വീണ്ടും എന്തുണ്ട്, ഒരു 5 സബ് ഡിവിഷൻ ഫേസുകൾ ഉണ്ട്. അതിലെ ഒന്നാമത്തെ ഫേസ് ആണ് ലെപ്റ്റോട്ടീൻ എന്ന് പറയുന്നത്. എന്താ ലെപ്റ്റോട്ടീനിൽ നടക്കുന്നത്? നമുക്കറിയാം, ഒരു നോൺ ഡിവൈഡിങ് സെല്ല്, നിങ്ങളൊരു സെൽ എടുക്കാന്ന് വെച്ചോ. ഈ സെല്ല് നോൺ ഡിവൈഡിങ് ആണെങ്കിൽ ഇതിൽ എന്തായിരിക്കും? ക്രോമോസോമിന് പകരം ക്രൊമാറ്റിഡ് ആയിരിക്കും. ഇറ്റ്സ് ക്രൊമാറ്റിഡ് ആണ് അല്ലെ, ത്രെഡ് പോലെയുള്ള ക്രൊമാറ്റിഡ് ആയിരിക്കും. അപ്പൊ ഈ സെൽ എപ്പം ഡിവൈഡിങ് സ്റ്റാർട്ട് ചെയ്യുന്നു, അപ്പൊ ക്രൊമാറ്റിഡ് എന്തായിട്ട് മാറും? ക്രോമോസോം ആയിട്ട് മാറും. സോ ക്രോമോസോം വിസിബിൾ ആവുന്ന ഫസ്റ്റ് സ്റ്റേജ് ആണ് ഇതെന്ന് പറയുന്നത് ലെപ്റ്റോട്ടീൻ എന്ന് പറയുന്നത് അല്ലെ. ലെപ്റ്റോട്ടീനിലെ ക്രോമോസോം വിസിബിൾ ആവും. ദെൻ അടുത്ത സൈഗോട്ടീനിലേക്ക് വരുമ്പോൾ ഈ ക്രോമോസോംസിന്റെ പെയറിങ് നടക്കും. അങ്ങനെ പെയറിങ്ങിനെയാണ് നമ്മൾ എന്താ വിളിക്കുന്നത്? ക്രോമോസോമൽ സിനാപ്സിസ് എന്ന് വിളിക്കുന്നത്. അപ്പൊ സിനാപ്സിസ് നടക്കുന്നത് രണ്ടാമത്തെ സ്റ്റേജ് ആയിട്ടുള്ള സൈഗോട്ടീനിലാണ് അല്ലെ. ഇപ്പൊ ഫസ്റ്റ് സ്റ്റേജ് ലെപ്റ്റോട്ടീനിലാണ്. ലെപ്റ്റോട്ടീനിലെ ക്രോമോസോംസ് എന്താ ചെയ്യുന്നത്? ഒരു കോമ്പാക്ട് സ്ട്രക്ചർ ഫോം ചെയ്യുകയാണ് ലെപ്റ്റോട്ടീനിൽ ചെയ്യുന്നത്. പിന്നെ സൈഗോട്ടിൽ എന്ന് പറയുമ്പോൾ എന്താണ്? ക്രോമോസോംസ് സിനാപ്സിസ്, പെയറിംഗ് ഓഫ് ക്രോമോസോംസ് ആണ് നടക്കുന്നത്. നെക്സ്റ്റ് എന്ന് പറയുന്നത് അല്ലെങ്കിൽ സിനാപ്റ്റോണിമൽ കോംപ്ലക്സ് അല്ലെങ്കിൽ ബൈവാലന്റ് സ്ട്രക്ചറുകളൊക്കെ ഫോം ചെയ്യുന്നത് സൈഗോട്ടീനിലാണ്. എന്നിട്ട് ഇങ്ങനെ പെയറിങ് നടന്നു കഴിഞ്ഞാൽ പിന്നെ നെക്സ്റ്റ് എന്താണ്? ക്രോസിംഗ് ഓവർ ആണ് അല്ലെ. ക്രോസിംഗ് ഓവർ എന്ന് പറഞ്ഞാൽ ജനറ്റിക് മെറ്റീരിയൽ അന്യോന്യം എക്സ്ചേഞ്ച് ചെയ്യുന്ന പ്രോസസ്സ്. അത് നടക്കുന്നത് പാക്കറ്റീനിലാണ്. ലെപ്റ്റോട്ടീൻ സ്റ്റേജിൽ ക്രോമോസോം വിസിബിൾ ആയി, ഡിവിഷൻ സ്റ്റാർട്ട് ആവുമ്പോൾ ക്രോമോസോം വിസിബിൾ ആയി. എന്നിട്ട് ഈ ക്രോമോസോംസിന്റെ പെയറിംഗ് അഥവാ സിനാപ്റ്റോണിമൽ കോംപ്ലക്സ് ഫോം ചെയ്യുന്നത് ഏത് സ്റ്റേജിലാണ്? സൈഗോട്ടീനിലാണ്. നെക്സ്റ്റ് പാക്കറ്റീൻ സ്റ്റേജിലേക്ക് വരുമ്പോൾ എന്താ നടക്കുന്നത്? പാക്കറ്റീൻ സ്റ്റേജിലാണ് ക്രോസിംഗ് ഓവർ നടക്കുന്നത്. ജനറ്റിക് മെറ്റീരിയലിന്റെ എക്സ്ചേഞ്ച് അഥവാ ക്രോസിംഗ് ഓവർ നടക്കുന്ന സ്റ്റേജ് ആണ് ഇതെന്ന് പറയുന്നത് പാക്കറ്റീൻ സ്റ്റേജ് എന്ന് പറയുന്നത്. നെക്സ്റ്റ് വൺ ഈസ് ഡിപ്ലോട്ടീൻ. അടുത്തത് എന്താണ്? ഡിപ്ലോട്ടീൻ ആണ്. So diplotin marks the dissolution of the synaptonimal complex. നേരത്തെ ഫോം ചെയ്തിട്ടുള്ള സിനാപ്റ്റോണിമൽ കോംപ്ലക്സ് എന്ത് ചെയ്യുന്നു? ഡിസൊല്യൂട്ട് ആയി പോകുന്നു. അതേപോലെ തന്നെ ആ ക്രോസിംഗ് ഓവർ നടക്കുന്ന സ്ഥലത്ത് മാത്രം എന്ത് ചെയ്യും? ഒരു ബൈവാലന്റ് സ്ട്രക്ചർ കീപ്പ് ചെയ്യും. അപ്പൊ അതൊരു എക്സ് ഷേപ്ഡ് ആയിട്ട് ഫോം ചെയ്യും. അതിനെയാണ് നമ്മൾ എന്തെന്ന് വിളിക്കുന്നത്? ചിയാസ്മീറ്റ എന്ന് വിളിക്കുന്നത്, അല്ലെങ്കിൽ കയാസ്മീറ്റ എന്ന് പറയാം. അപ്പൊ ഈ കയാസ്മീറ്റ എന്ന് പറയുന്ന സ്ട്രക്ചർ ഫോം ചെയ്യുന്നത് എവിടെയാണ്? ഡിപ്ലോട്ടീനിലാണ്. ലാസ്റ്റ് സ്റ്റേജ് ആണ് ഡയാകൈനസിസ് എന്ന് പറയുന്നത്. അവിടെ എന്താണ്? ഈ കയാസ്മീറ്റയും എന്ത് ചെയ്യുന്നു? ടെർമിനേറ്റ് ആയി പോവാണ് ചെയ്യുന്നത്. സോ നമ്മളോട് ഇവിടെ ചോദിച്ചിരുന്നത് എന്തായിരുന്നു? ക്രോസിംഗ് ഓവർ. അപ്പൊ മിയോസിസ് 1ന്റെ ഫസ്റ്റ് സ്റ്റേജ് ആണ് പ്രോഫേസ് എന്ന് പറയുന്നത് അല്ലെ. പ്രോഫേസിന് എഗെയിൻ ഫസ്റ്റ് സ്റ്റേജ് ആണ് ലെപ്റ്റോട്ടീൻ എന്ന് പറയുന്നത്. ലെപ്റ്റോട്ടീനിൽ ക്രോമോസോം വിസിബിൾ ആവുന്നു. സൈഗോട്ടീനിൽ സിനാപ്റ്റോണിമൽ കോംപ്ലക്സ് പെയറിംഗ് നടക്കുന്നു. ദെൻ എന്താണ്? ജനറ്റിക് മെറ്റീരിയൽ എക്സ്ചേഞ്ച് ചെയ്യുന്ന റീകോമ്പിനേഷൻ നടക്കുന്നത് പാക്കറ്റീനിൽ അല്ലെ. ക്രോസിംഗ് ഓവർ അത് നടക്കുന്നത് പാക്കറ്റീനിലെ സ്റ്റേജിലാണ്. ക്ലിയർ ആയല്ലോ? അപ്പൊ ഈ സ്റ്റേജ് വളരെയധികം ഇമ്പോർട്ടന്റ് ആണ് കേട്ടോ. നെക്സ്റ്റ് തേർഡ് ക്വസ്റ്റ്യൻ, അഗെയിൻ സെൽ സൈക്കിളുമായിട്ട് ബന്ധപ്പെട്ടിട്ടുള്ള ഒരു ക്വസ്റ്റ്യൻ ആണ്. ക്രോമോസോംസ് ആർ അറേഞ്ച്ഡ് ആസ് എ മെറ്റാഫേസ് പ്ലേറ്റ് ബൈ പ്രോസസ് നോൺ ആസ്. ക്രോമോസോംസ് എന്ത് ചെയ്യുന്നുണ്ട്? ഫസ്റ്റ് സ്റ്റേജ് നമുക്കറിയാം അല്ലെ. ഫസ്റ്റ് സ്റ്റേജ് പ്രോഫേസ് ആണ്. പ്രോഫേസിൽ നടക്കുന്ന എന്താണ്? ഇപ്പൊ നമുക്കൊരു സെൽ സൈക്കിൾ ജസ്റ്റ് ഒന്ന് പറയുകയാണെങ്കിൽ എന്താണ് സെൽ സൈക്കിളിന്റെ ഫസ്റ്റ് സ്റ്റേജ് അല്ലെങ്കിൽ ഫസ്റ്റ് സ്റ്റേജ് എന്ന് പറയുന്നത് ഇന്റർഫേസ് ആണ് അല്ലെ. ഇന്റർഫേസ് എന്ന് പറയുന്നത് പ്രിപ്പറേറ്ററി ഫേസ് ആണ്. ഈ ഇന്റർഫേസിൽ ആദ്യം എന്താണ്? G1 ഫേസ് ഉണ്ട്, എസ് ഫേസ് ഉണ്ട്, G2 ഫേസ് ഉണ്ട്. G2 ഫേസിൽ നിന്നും നേരെ എവിടേക്കാണ്? ഡിവിഷൻ ഫേസിലേക്കാണ് എൻട്രി ചെയ്യുന്നത്, മൈറ്റോട്ടിക് ഫേസിലേക്ക്. അതിന് അഗെയിൻ 4 ഫേസുകളുണ്ട്. പ്രോഫേസ്, മെറ്റാഫേസ്, അനാഫേസ്, ടിലോഫേസ്. ഇങ്ങനെയാണ് സെൽ സൈക്കിളിന്റെ ഒരു ഫേസ്. അതായത് ഒരു സെല്ല് ഡിവൈഡ് ചെയ്യുമ്പോൾ അതിന്റെ ഒരു 90% എവിടെയായിരിക്കും? ഇന്റർഫേസ് ആണ്. ഇന്റർഫേസ് എന്ന് പറയുമ്പോൾ ആദ്യം ഗ്യാപ്പ് 1 ഫേസ്, സിന്തസിസ് ഫേസ്, G2 ഫേസ്. G2 ഫേസിൽ നിന്നാണ് സെൽസ് എന്ത് ചെയ്യുന്നത്? ഡിവിഷൻ സ്റ്റേജിലേക്ക് എൻറ്റർ ചെയ്യുന്നത്. എന്നിട്ട് അതിൽ എത്ര സ്റ്റേജ് ഉണ്ട്? പ്രോഫേസ്, മെറ്റാഫേസ്, അനാഫേസ് ആൻഡ് ടിലോഫേസ്. ഇങ്ങനെ 4 സ്റ്റേജുകളാണ് അതിന് ഉള്ളത്. ഓക്കെ അല്ലേ?
സോ അതിൽ നമ്മളോട് ചോദിച്ചിരിക്കുന്നത് മെറ്റാഫേസിന്റെ കാര്യമാണ്. പ്രോഫേസിൽ എന്ന് പറയുന്നത് എന്താ? പ്രോഫേസിൽ നമ്മൾ ഈ പറഞ്ഞതുപോലെ തന്നെ ക്രോമോസോംസ് കണ്ടൻസ് ചെയ്ത് ക്രോമോസോംസുകൾ ഉണ്ടാവും. അതേപോലെ തന്നെ ക്രോമോസോംസ് മെയിൻ ആയിട്ട് എന്താണ്, മൈറ്റോട്ടിക് സ്പിൻഡിൽസ് ഒക്കെ ഫോം ചെയ്ത് ക്രോമോസോംസുകൾ ഫോം ചെയ്യും. അതിനുശേഷം മെറ്റാഫേസിലേക്ക് വരുമ്പോൾ ഈ ക്രോമോസോംസ് എല്ലാം എന്ത് ചെയ്യും? ഇക്വേറ്ററിൽ ഇങ്ങനെ അലൈൻ ചെയ്ത് നിൽക്കും. അതിനുശേഷം അടുത്ത ഫേസിലേക്ക് വരുമ്പോൾ ഏതാണ്, അല്ല പ്രോഫേസായി മെറ്റാഫേസായി ടീലോഫേസ് അല്ലെ അനാഫേസിലേക്ക് വരുമ്പോൾ എന്ത് പറ്റും? സിസ്റ്റർ ക്രോമാറ്റിഡ്സ് സെപ്പറേറ്റ് ആയിട്ട്, അതായത് എനിക്ക് സെൽസിൽ മെറ്റാഫേസിൽ അത് ഇങ്ങനെ ക്രോമോസോംസ് എന്ത് ചെയ്യും? അലൈൻ ചെയ്ത് നിൽക്കാനായിട്ട് തുടങ്ങും. ഇങ്ങനെ ഏകദേശം ക്രോമോസോംസ് ഏകദേശം ഈ ഒരു സ്റ്റേജിൽ ഇങ്ങനെ അലൈൻ ചെയ്ത് എവിടെ നിൽക്കും? ഇക്വേറ്ററിൽ നിൽക്കും. അതിനുശേഷം അനാഫേസിൽ ഇത് സെപ്പറേറ്റ് ആയിട്ട് ഇത് രണ്ടും എവിടേക്ക് പോകും? രണ്ട് പോൾസിലേക്ക്, സിസ്റ്റർ ക്രോമാറ്റിഡ് സെപ്പറേറ്റ് ആയിട്ട് പോൾസിലേക്ക് അലൈൻ ചെയ്യുന്നതാണ് അനാഫേസിൽ നടക്കുന്നത്. ഇതൊക്കെ നമ്മൾ ഡീപ്പായിട്ട് ക്ലാസ്സിൽ പറഞ്ഞിട്ടുള്ള കാര്യങ്ങൾ തന്നെയാണ്, അതൊന്നുകൂടി പറയുന്നതേ ഉള്ളൂ. ടീലോഫേസിൽ എന്താണ്? ഫസ്റ്റ് സ്റ്റേജിൽ, അതായത് പ്രോഫേസിന്റെ നേരെ ഓപ്പോസിറ്റ് കാര്യങ്ങളാണ് ടീലോഫേസിൽ നടക്കാറുള്ളത്. അപ്പൊ നമ്മളോട് ഇവിടെ ചോദിച്ചിട്ടുള്ള ക്വസ്റ്റ്യൻ ഇത്രയേ ഉള്ളൂ. ക്രോമോസോംസ് ആർ അറേഞ്ച്ഡ് ആസ് മെറ്റാഫേസ് പ്ലേറ്റ് അല്ലെ. ക്രോമോസോംസ് പ്രോഫേസിൽ സ്പിൻഡിൽ ഫൈബേഴ്സ് ഒക്കെ ഫോം ചെയ്യും. സ്പിൻഡിൽ ഫൈബേഴ്സ് ഒക്കെ ഫോം ചെയ്തിട്ട് നെക്സ്റ്റില് ക്രോമോസോംസ് എന്ത് ചെയ്യുന്നു? ഇങ്ങനെ ഇക്വേറ്ററിൽ അറേഞ്ച് ചെയ്യപ്പെടും. ഈ അറേഞ്ച് ചെയ്യപ്പെടുന്ന പ്രോസസ്സ് എന്ത് വിളിക്കുന്നു എന്നാണ് ചോദിച്ചത് അല്ലെ. ആ പ്രോസസ്സാണ് കൺഗ്രഷൻ എന്ന് വിളിക്കുന്നത്. കൺഗ്രഷൻ വഴിയാണ് എന്ത് ചെയ്യുന്നത്? അറേഞ്ച് ചെയ്തു വെക്കുന്നത്. അതിനുശേഷം ഇക്വേറ്ററിലേക്ക് പോകുന്നതാണ് നെക്സ്റ്റ് ഫേസ്. അതെന്താണ്? അനാഫേസ് എന്ന് പറയുന്നത്. അപ്പൊ അതൊന്ന് നോട്ട് ചെയ്ത് വെച്ചോളാം. Okay, next, okay, which among the following is non-albuminous seed? മോർഫോളജിയിൽ നിന്നുള്ള ക്വസ്റ്റ്യൻ ആണ് അല്ലെ. നോൺ ആൽബുമിനസ് സീഡ്സിന് എക്സാമ്പിൾ ഏതാണെന്ന് ചോദിച്ചത്. അപ്പൊ നമുക്കറിയാം സീഡിനെ നമുക്ക് രണ്ടായിട്ട് ഡിവൈഡ് ചെയ്യാം. നോൺ ആൽബുമിനസ് സീഡും ആൽബുമിനസ് സീഡും എന്ന് പറഞ്ഞിട്ട് നമുക്ക് രണ്ടായിട്ട് ഡിവൈഡ് ചെയ്യാം. എന്തിന്റെ പ്രസൻസിലാണെന്ന് അറിയാവോ? എൻഡോസ്പേംസിന്റെ പ്രസൻസിൽ. സീഡില് എന്തുണ്ട്? എൻഡോസ്പേം ഉണ്ടോ ഇല്ലയോ എന്നത് വെച്ചിട്ട് നമുക്ക് സീഡിനെ രണ്ടായിട്ട് ഡിവൈഡ് ചെയ്യാം. ആൽബുമിനസ് സീഡും ഉണ്ട്, നോൺ ആൽബുമിനസ് സീഡും ഉണ്ട്. അപ്പം ഒരു സീഡില് എൻഡോസ്പേം ഉണ്ടോ ഇല്ലയോ എന്ന് വെച്ചിട്ട് നമുക്ക് സീഡിനെ രണ്ടായിട്ട് ഡിവൈഡ് ചെയ്യാം. ആൽബുമിനസ് സീഡ്സ് എന്നും നോൺ ആൽബുമിനസ് സീഡ്സ് എന്നും അല്ലെ. അതില് എൻഡോസ്പേം ഇപ്പൊ എന്താ? എൻഡോസ്പേം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ സീഡിനുള്ള എംബ്രിയോ ഉണ്ടല്ലോ, ഈ എംബ്രിയോയ്ക്ക് ചുറ്റുമുള്ള നറിഷ്മെന്റ് കൊടുക്കുന്ന ആ ഒരു ടിഷ്യൂനെയാണ് നമ്മൾ എൻഡോസ്പേം എന്ന് വിളിക്കുന്നത്. അപ്പൊ ചില സമയത്ത് ഈ എംബ്രിയോ ഡെവലപ്പ് ആവുന്നതിനനുസരിച്ച് ഈ നറിഷ്മെന്റ് ടിഷ്യൂ മൊത്തം എന്ത് ചെയ്യും? അത് കൺസ്യൂം ചെയ്യും. അപ്പൊ അങ്ങനെയുള്ള സീഡ്സിൽ എന്ത് കാണില്ല? എൻഡോസ്പേം കാണില്ല. എന്നാൽ ചിലതില് എംബ്രിയോ മൊത്തത്തിൽ കൺസ്യൂം ചെയ്യില്ല. അപ്പൊ അതിൽ എന്ത് കാണും? എംബ്രിയോ കാണാനായിട്ട് ചാൻസ് ഉണ്ട്. എൻഡോസ്പേം കാണാനായിട്ട് ചാൻസ് ഉണ്ട്. അപ്പം ഒരു സീഡിൽ എൻഡോസ്പേം ഉണ്ടോ ഇല്ലയോ എന്നതിനെ ബേസ് ചെയ്തിട്ട് സീഡിനെ നമുക്ക് രണ്ടായിട്ടാണ് ഡിവൈഡ് ചെയ്യാനായിട്ട് പറ്റുന്നത്. ആൽബുമിനസ് സീഡ്സും അതേപോലെ തന്നെ എന്താണ്? നോൺ ആൽബുമിനസ് സീഡ്സും. അതിൽ ആൽബുമിനസ് സീഡ്സ് എന്ന് പറയുന്നത് റിട്ടേൺ എ പോർഷൻ ഓഫ് ദെയർ ന്യൂട്രിയൻ റിച്ച് എൻഡോസ്പേം അല്ലെ. ആൽബുമിനസ് എന്ന് പറയുമ്പോൾ അതിൽ എന്തുണ്ട്? എൻഡോസ്പേം റിട്ടേൺ ചെയ്യുന്നുണ്ട്. അതായത് എംബ്രിയോ ഡസ് നോട്ട് ഫുള്ളി കൺസ്യൂം അല്ലെ. ഈ എന്ത് ചെയ്യുന്നു? ആ ഒരു എംബ്രിയോ കംപ്ലീറ്റ് ആയിട്ട് അതിന്റെ എൻഡോസ്പേമിനെ കൺസ്യൂം ചെയ്യുന്നില്ല, കുറച്ച് എൻഡോസ്പേമിനെ അവശേഷിപ്പിക്കുന്നു. അങ്ങനെയുള്ള സീഡ്സ് ആണ് ആൽബുമിനസ് സീഡ്. എൻഡോസ്പേം എന്താണെന്ന് ക്ലിയർ ആയോ? എംബ്രിയോയ്ക്ക് ചുറ്റുമുള്ള നറിഷ്മെന്റ് ടിഷ്യൂ. അപ്പൊ ഈ എംബ്രിയോ വളരുന്നതിനനുസരിച്ച് ഈ എന്ത് ചെയ്യും? എൻഡോസ്പേം അത് കൺസ്യൂം ചെയ്യും. അങ്ങനെ കംപ്ലീറ്റ്ലി കൺസ്യൂം ചെയ്യാതെ കുറച്ച് വെച്ചിരിക്കുകയാണെങ്കിൽ അത് ആൽബുമിനസ് സീഡ്. ഇനി നോൺ ആൽബുമിനസ് സീഡ് എന്ന് പറയുമ്പോൾ എന്താണ്? കംപ്ലീറ്റ്ലി എന്ത് കൺസ്യൂം ചെയ്തു? എംബ്രിയോ കൺസ്യൂം ചെയ്തു അല്ലെ. അതായത് നമ്മുടെ എംബ്രിയോ എൻഡോസ്പേമിനെ കംപ്ലീറ്റ്ലി കൺസ്യൂം ചെയ്തു. അങ്ങനെയുള്ളവയാണ് ഏതെന്ന് പറയുന്നത്? നോൺ ആൽബുമിനസ് സീഡ് എന്ന് പറയുന്നത്. അപ്പം നമ്മളോട് ചോദിച്ചിരുന്നതിനകത്ത് നോൺ ആൽബുമിനസ് ഏതെന്ന്, അതായത് എന്താ? എൻഡോസ്പേം ഇല്ല, എംബ്രിയോ കംപ്ലീറ്റ്ലി കൺസ്യൂം ചെയ്ത സീഡാണ് ഗ്രൗണ്ട് നട്ട് എന്ന് പറയുന്നത്. ബാക്കി മൂന്നും എന്തായിരുന്നു? ആൽബുമിനസ് സീഡാണ്. നെക്സ്റ്റ് നോക്കാം, വിച്ച് ഈസ് ഫാൾസ് ഫ്രൂട്ട്. കേട്ടിട്ടുണ്ടോ നിങ്ങൾ? ഫാൾസ് ഫ്രൂട്ടും ഉണ്ട്, ട്രൂ ഫ്രൂട്ടും ഉണ്ട് അല്ലെ. എന്താ ഫാൾസ് ഫ്രൂട്ട് എന്ന് പറഞ്ഞാൽ? അതിന് നമുക്ക് ജനറലി ഒരു കാര്യം നോക്കണം. അതായത് പ്ലാന്റ്സിന്റെ ഫിമെയിൽ പാർട്ട് നമുക്ക് അറിയാം അല്ലെ. ഫിമെയിൽ പാർട്ട് ഇതാണ് എന്തെന്ന് പറയുന്നത്? സ്റ്റിഗ്മ. സ്റ്റിഗ്മയിൽ താഴേക്ക് വരുമ്പം സ്റ്റൈലാണ്. സ്റ്റൈലിന്റെ ബേസിലായിട്ടൊരു ബേസൽ പാർട്ടുണ്ട്. ഇതാണ് എന്ത്? ഓവറി എന്ന് പറയുന്നത്. അപ്പൊ യൂഷ്വലി ഈ ഓവറി ആണ് എന്തായിട്ട് മാറുന്നത്? ഫ്രൂട്ട് ആയിട്ട് മാറുന്നല്ലേ. ഓവറിയാണ് സാധാരണഗതിയിൽ ഫ്രൂട്ട് ആയിട്ട് ഫെർട്ടിലൈസേഷന് ശേഷം ഡെവലപ്പ് ആവുന്നത്. എന്നാൽ ചില പ്ലാന്റുകളിൽ ഓവറിയിൽ നിന്നല്ലാതെ
അതർ പാർട്ട്, പ്ലാന്റ്സിന് വേറെ ഏതൊക്കെ പാർട്ടുണ്ട്? സെപ്പൽ ഉണ്ട്, പെറ്റൽ ഉണ്ട്, തലാമസ് ഉണ്ട് അല്ലെ, അങ്ങനെ കുറേ അതർ പാർട്ടിൽ നിന്നും ഡെവലപ്പ് ചെയ്യുകയാണെങ്കിൽ അങ്ങനെയുള്ള ഫ്രൂട്ടിനെ വിളിക്കുന്ന പേരാണ് ഫോൾസ് ഫ്രൂട്ട്. ട്രൂ ഫ്രൂട്ട് എന്ന് പറയുമ്പോൾ ഓവറി ഡെവലപ്സ് ടു ഫ്രൂട്ട് അല്ലെ, ഓവറി ഫ്രൂട്ട് ആയിട്ട് മാറുകയാണെങ്കിൽ അതിനെയാണ് നമ്മൾ എന്തെന്ന് വിളിക്കുന്നത്? ട്രൂ ഫ്രൂട്ട് എന്ന് വിളിക്കുന്നത്. എന്നാൽ ഓവറി അല്ലാതെ, അതർ ദാൻ ഓവറി അല്ലാതെ വേറെ ഏതെങ്കിലും ഒരു പാർട്ടിൽ നിന്നാണ് ഡെവലപ്പ് ചെയ്യുന്നതെങ്കിൽ അതിനെയാണ് നമ്മൾ എന്തെന്ന് വിളിക്കുന്നത്? ഈ പറഞ്ഞതുപോലെ തന്നെ ഫോൾസ് ഫ്രൂട്ട് എന്ന് വിളിക്കുന്നത്. ആപ്പിൾ, സ്ട്രോബെറി, കാഷ്യൂ ഇവയാണ് നമുക്ക് തന്നിട്ടുള്ളത് അല്ലെ. ഇപ്പൊ നോക്കിയാൽ തലാമസ്, അതായത് ഓവറി അല്ല, പകരം എന്ത് ചെയ്തു? ഓവറിക്ക് താഴെയുള്ള ഈ ഭാഗം കിട്ടും. ഈ തലാമസിൽ നിന്നും ഫ്രൂട്ട് എന്ത് ചെയ്യാണ്? ഡെവലപ്പ് ചെയ്യുകയാണ്. അപ്പൊ അങ്ങനെയുള്ള ആ ഒരു സ്മോളോ പെഡിസിൽ, ആ ഒരു ടിപ്പിനെയാണ് നമ്മൾ എന്ന് വിളിക്കുന്നത്? തലാമസ് എന്ന് വിളിക്കുന്നത്. അപ്പം ഓവറി അല്ലാതെ എന്ത് ചെയ്തു? ഈ തലാമസ് ഭാഗത്തിൽ നിന്നും ഫ്രൂട്ട് ഡെവലപ്പ് ചെയ്തു. അപ്പൊ അതെന്താണ്? ഫോൾസ് ഫ്രൂട്ട് ആണ്. ഈ തന്നിട്ടുള്ള ആപ്പിൾ ആയിക്കോട്ടെ, സ്ട്രോബെറി ആയിക്കോട്ടെ, കാഷ്യൂ ആയിക്കോട്ടെ, ഇവയൊക്കെ എന്താണ്? ഫോൾസ് ഫ്രൂട്ടിന് എക്സാമ്പിൾ ആണ്. നെക്സ്റ്റ് 7th ക്വസ്റ്റ്യൻ നോക്കാം. പോളി എംബ്രിയോണി can seen in citrus, maize, kiwi, all of the above. പോളി എംബ്രിയോണി എവിടെയാണ് കാണുന്നതെന്നാണ് ക്വസ്റ്റ്യൻ. എന്താ പോളി എംബ്രിയോണി എന്ന് പറഞ്ഞാൽ? പോളി മീൻസ് മെനി, എംബ്രിയോ മീൻസ് മെനി എംബ്രിയോ അല്ലെ. അതായത് നാച്ചുറൽ ഫിനോമിനൻ വേർ 2 or more embryo developed. ഒരു സിംഗിൾ ആയിട്ടുള്ള ഫെർട്ടിലൈസ്ഡ് എഗ്ഗിൽ നിന്നും ധാരാളം എന്ത് ഡെവലപ്പ് ആവുന്നു? എംബ്രിയോ ഡെവലപ്പ് ചെയ്യുന്നു. പോളി എംബ്രിയോ, മോർ ദാൻ എംബ്രിയോ ഡെവലപ്പ് ചെയ്യുന്നു. ഒരു സിംഗിൾ ഫെർട്ടിലൈസ്ഡ് എഗ്ഗിൽ നിന്നും മോർ ദാൻ 1 എംബ്രിയോ ഡെവലപ്പ് ആവുകയാണെങ്കിൽ അതിനെയാണ് നമ്മൾ എന്തെന്ന് വിളിക്കുന്നത്? പോളി എംബ്രിയോണി എന്ന് വിളിക്കുന്നത്. സോ പോളി എംബ്രിയോണി ഫൗണ്ട് എവിടെയാണ്? നമുക്ക് ഇപ്പൊ തന്നിട്ടുള്ള സിട്രസ്, മെയ്സ്, കിവി ഇവയിലെല്ലാം എന്ത് ചെയ്തിട്ടുണ്ട്? പോളി എംബ്രിയോണി നമുക്ക് കാണാനായിട്ട് സാധിക്കും. Which non-membrane bound cell organelle is found in animal cells and help in cell division? അതായത് ആനിമൽ സെൽസിൽ എക്സ്ക്ലൂസീവ് ആയിട്ട് കാണപ്പെടുന്ന നോൺ മെംബ്രെയിൻ ഓർഗൻ അത് സെൽ ഡിവിഷന് സഹായിക്കുന്നു. ഏതാ? ന്യൂക്ലിയോലസ്, സെൻട്രിയോൾ, ക്ലോറോപ്ലാസ്റ്റ്, വാക്യൂൾ. ഓപ്ഷനിൽ തന്നെ നമുക്ക് ആദ്യം എലിമിനേറ്റ് ചെയ്ത് കളയാം. എന്തിനെ? ക്ലോറോപ്ലാസ്റ്റിനെ അല്ലെ. ക്ലോറോപ്ലാസ്റ്റ് എന്താണ്? നമുക്കറിയാം, പ്ലാന്റ് സെൽസിലാണ് ക്ലോറോപ്ലാസ്റ്റ് കാണപ്പെടുന്നത്, അനിമൽ സെൽസിൽ കാണുന്നില്ല. ദെൻ വാക്യൂൾസ് ആണെങ്കിലും പ്ലാന്റ് സെൽസിലാണ് ലാർജ് വാക്യൂൾസിനെ നമുക്ക് കാണാനായിട്ട് സാധിക്കുന്നത്. പിന്നുള്ള 2 കാര്യങ്ങളാണ് അല്ലെ, സെൻട്രിയോളും ന്യൂക്ലിയോലസ്. ഇത് രണ്ടില് ഏതാണെന്നാണ് നമ്മളോട് ചോദിച്ചിട്ടുള്ളത്. അപ്പൊ നമുക്ക് എലിമിനേറ്റ് ചെയ്തിട്ട് നമുക്ക് ആൻസർ കണ്ടുപിടിക്കാൻ പറ്റും. സോ സെൻട്രിയോൾ ആണ് എന്ത്? സെൽ ഡിവിഷന് സഹായിക്കുന്ന ഒരു ബാരൽ ഷേപ്ഡ് ഉള്ള അല്ലെങ്കിൽ എന്താണ് മൈക്രോട്യൂബ്യൂൾസ് കൊണ്ട് കമ്പോസ് ചെയ്തിട്ടുള്ള എന്ത് അനിമൽ സെൽസിൽ കാണപ്പെടുന്ന സെൽ ഡിവിഷന് സഹായിക്കുന്ന സെൽ ഓർഗനൽ എന്ന് പറയുന്നത് ഏതാണ്? മൈക്രോ ട്യൂബ്യൂൾസ് ആണ്. സോറി, സെൻട്രിയോൾ ആണ് കറക്റ്റ് ആയിട്ടുള്ള ആൻസർ. അപ്പം സെൻട്രിയോള് മൈക്രോ ട്യൂബ്യൂൾസ് കൊണ്ട് കമ്പോസ് ചെയ്ത് വെച്ചിട്ടുള്ള സെൽ ഡിവിഷന് സഹായിക്കുന്ന ഒരു സെൽ ഓർഗനൽ ആണ്. നെക്സ്റ്റ് നോക്കാം, വെജിറ്റേറ്റീവ് പ്രൊപ്പഗേഷൻ ഇൻ വാട്ടർ അല്ലെ, വെജിറ്റേറ്റീവ് പ്രൊപ്പഗേഷൻ ഐക്കോണിയ. ഐക്കോണിയ എന്ന് പറഞ്ഞാൽ ഒരു വാട്ടർ പ്ലാന്റ് ആണ്. അപ്പൊ ഈ വാട്ടർ പ്ലാന്റിൽ വെജിറ്റേറ്റീവ് പ്രൊപ്പഗേഷൻ എങ്ങനെയാണ് നടക്കുന്നതെന്ന് പലതരത്തിലുള്ള റീപ്രൊഡക്ഷൻസ് ഉണ്ടല്ലേ, സെക്ഷൽ, അസെക്ഷൽ ആൻഡ് വെജിറ്റേറ്റീവ്. വെജിറ്റേറ്റീവ് എന്ന് പറഞ്ഞാൽ എന്താണ്? ആ പ്ലാന്റ്സിന്റെ വെജിറ്റേറ്റീവ് പാർട്ടിൽ നിന്നും പുതിയൊരു പ്ലാന്റ് ഡെവലപ്പ് ആവുന്നതാണ് വെജിറ്റേറ്റീവ് പ്രൊപ്പഗേഷൻ എന്ന് പറയുന്നത്. അപ്പം വെജിറ്റേറ്റീവ് പ്രൊപ്പഗേഷൻ ഇൻ വാട്ടർ അല്ലെ, അല്ലെങ്കിൽ ഐക്കോണിയയിൽ നടക്കുന്ന വെജിറ്റേറ്റീവ് പ്രൊപ്പഗേഷൻ ഏതാണ്? ഓഫ്സെറ്റ് ആണ് ഐക്കോണിയയിൽ നടക്കുന്ന വെജിറ്റേറ്റീവ് പ്രൊപ്പഗേഷൻ. അതായത് എന്താ? ഇങ്ങനൊരു ഹൊറിസോണ്ടൽ ആയിട്ടുള്ള ഒരു സ്റ്റെമ്മിൽ നിന്നും ഡെവലപ്പ് ചെയ്യുന്നതാണ് ഓഫ്സെറ്റ്സ് എന്ന് പറയുന്നത്. ഷോർട്ട്, തിക്ക്, ഹൊറിസോണ്ടൽ റണ്ണർ ആണ് ദാറ്റ് പ്രൊഡ്യൂസ് എ ക്ലസ്റ്റർ ഓഫ് ലീവ്സ് അല്ലെ. ഹൊറിസോണ്ടൽ ആയിട്ട് പൊക്കോണ്ടിരിക്കുന്നു, അതിൽ നിന്ന് എന്ത് ചെയ്യുന്നു? റൂട്ടും ഷൂട്ടും ഒക്കെ ഡെവലപ്പ് ആകുന്നു. അപ്പൊ അതാണ് ഓഫ്സെറ്റ്. അത് കാണുന്നത് ഐക്കോണിയ വാട്ടർ പ്ലാന്റ്സിൽ. നോക്കിയേ, എ ടിപ്പിക്കൽ മെച്ചുർ ആൻജിയോസ്പം എംബ്രിയോ സാക് അറ്റ് ദ ടൈം ഓഫ് ഫെർട്ടിലൈസേഷൻ. ഒരു ടിപ്പിക്കൽ ആയിട്ടുള്ള, ഇതൊരു പ്രീവിയസ് ഇയർ ക്വസ്റ്റ്യൻ ആണ് കേട്ടോ. ഒരു ടിപ്പിക്കൽ ആയിട്ടുള്ള മെച്ചുർ ആൻജിയോസ്പം നിങ്ങൾ എടുക്കുക. അതിന്റെ എംബ്രിയോ സാക്ക് ഫെർട്ടിലൈസേഷൻ സമയത്ത് എത്ര സെല്ലും എത്ര ന്യൂക്ലിയസും കാണുന്ന ചോദിച്ചിരിക്കുന്നത്. 7 സെൽസും 8 ന്യൂക്ലിയസും, 8 സെൽഡും 8 ന്യൂക്ലിയേറ്റും, 8 സെൽഡ് 7 ന്യൂക്ലിയേറ്റ്, 7 സെൽഡ് 7 ന്യൂക്ലിയേറ്റ്. നോക്കാം നമുക്ക്. അതായത് ടിപ്പിക്കൽ ആൻജിയോസ്പം എംബ്രിയോ സാക്ക് അല്ലെ undergo 3 consecutive mitotic division to form 8 nuclei. അതായത് നമുക്കറിയാം ഒരു സെൽ നോക്കുക,
ഇതാണ് നമ്മുടെ എന്ത് ഒരു ടിപ്പിക്കൽ ആയിട്ടുള്ള എംബ്രിയോ സാക്ക് എന്ന് പറയുന്നത്. ഈ എംബ്രിയോ സാക്കിന്റെ ഫസ്റ്റ് നമ്മൾ നോക്കിയേ. ഓക്കെ, ഈ എംബ്രിയോ സാക്കിന്റെ ഫസ്റ്റ് ഇതാണ് നമ്മുടെ എന്തെന്ന് പറയുന്നത് ചലാസൽ എൻഡ് എന്ന് പറയുന്നത്. എന്താണ് ചലാസൽ എൻഡ്? അപ്പൊ ഈ ചലാസൽ എൻഡിൽ ആരിപ്പുണ്ട്? 3 സെൽസ് ഇരിക്കുന്നുണ്ടോ? ആന്റിപോഡൽസ് എന്ന് പറഞ്ഞിട്ട് എത്ര ഉണ്ട്? 3 ആന്റിപോഡൽസ് ഉണ്ട്. 3 സെല്ലിനും എന്തുണ്ട്? 3 ന്യൂക്ലിയസ് ഉണ്ട്. അപ്പൊ 3 സെല്ല് കിട്ടിയോ? ചലാസൽ റീജിയനിൽ 3 സെല്ലും ഉണ്ട്, 3 ന്യൂക്ലിയസും നമുക്ക് കാണാൻ സാധിക്കും. then താഴോട്ട് നോക്കി, അതിനുശേഷം മൈക്രോപൈലാർ എൻഡ് ഉണ്ട്. ഈ താഴെ ഭാഗമാണ് നമ്മുടെ മൈക്രോപൈലാർ അല്ലെ, മൈക്രോപൈലാർ എൻഡ് എന്ന് പറയുന്നത്. നമ്മുടെ എംബ്രിയോ സാക്ക് ആണേ. സോ താഴെ മൈക്രോപൈലാർ എൻഡ്. മൈക്രോപൈലാർ എൻഡിലേക്ക് നോക്കുമ്പോൾ നമുക്ക് എന്ത് കാണാൻ പറ്റും? സിനോജിഡ്സിനെ കാണാൻ പറ്റും അല്ലെ. ഇതേ ഒരു സിനോജിഡ് സെല്ലും ഉണ്ട്, അതേപോലെ തന്നെ എന്തുമുണ്ട്? എഗ് സെല്ലും ഉണ്ട്. സിനർജിഡും ഉണ്ട്, എഗ് സെല്ലും നമുക്ക് അവിടെ കാണാനായിട്ട് പറ്റും. സോ ചലാസൽ എൻഡിലുണ്ട്, ദെൻ മൈക്രോപൈലാർ എൻഡ്. മൈക്രോപൈലാർ എൻഡിലാണ് നമുക്ക് എഗ് അപ്പാരറ്റസ് ഇരിക്കുന്നത്. എഗ് അപ്പാരറ്റസ് എന്ന് പറയുമ്പോൾ 2 സിനോജിഡ് സെൽസ് ഉണ്ട്. 2 സെൽസ് ഉണ്ടല്ലോ. ആ 2 സെൽസിനും എന്ത് കാണും? 2 ന്യൂക്ലിയസും കാണും. പിന്നെ ആരുണ്ട്? ഒരു എഗ് സെല്ലും കൂടി ഇരിപ്പുണ്ട്. എഗ് സെല്ലിനും എത്ര? ഒരു എഗ് സെല്ല്. ആ ഒരു എഗ് സെല്ലിനും എന്ത് കാണും? ഒരു ന്യൂക്ലിയസും കാണും. ദെൻ നോക്കിയേ, സെന്ററിലേക്ക് നോക്കുമ്പോ 2 എന്തിനെ കാണാൻ? നമുക്ക് സെന്ററിലേക്ക് നോക്കുമ്പോൾ നോക്കിയേ, ഒരു സെല്ല് കണ്ടോ? ഒറ്റ സെല്ലേ ഉള്ളൂ. സെൻട്രലായിട്ട് നമുക്ക് എന്ത് കാണാൻ പറ്റും? ഒരു ലാർജ് സെൻട്രൽ സെല്ലുണ്ട്. ആ സെൻട്രൽ സെല്ലിൽ എത്ര ന്യൂക്ലിയസ് ഉണ്ട്? 2 ന്യൂക്ലിയസ് ഉണ്ട്. ക്ലിയർ ആയോ? അപ്പൊ നമ്മുടെ എംബ്രിയോ സാക്കിലെ ന്യൂക്ലിയസിന്റെ അല്ലെങ്കിൽ സെല്ലിന്റെ കമ്പോസിഷൻ ആണ് ചോദിച്ചിരിക്കുന്നത്. ഇപ്പൊ ഒരു മെച്ചർ എംബ്രിയോ സാക്കിന് ആന്റിപോഡൽ റീജിയൻ അഥവാ ചലാസൽ റീജിയൻ ഉണ്ട്. ചലാസൽ റീജിയനിൽ ഇതേ 3 സെൽസ് കാണാം. 1 2 3 3 സെൽസ് ആണ്. ആ 3 സെൽസിനും എന്തുണ്ട്? 3 ന്യൂക്ലിയസും ഉണ്ട്. 3 സെൽസും 3 ന്യൂക്ലിയസും നമുക്ക് കാണാനായിട്ട് സാധിക്കും. ദെൻ എന്താണ്? മൈക്രോപൈലാർ റീജിയനോട് താഴേക്ക് വരുമ്പോൾ അവിടെ എഗ് അപ്പാരറ്റസ് ആണ് കാണുന്നത്. എഗ് അപ്പാരറ്റസ് എന്ന് പറയുമ്പോൾ 2 സിനർജിഡ്സ്. അതേ നോക്കിയേ, 3 ആയി 4 5 2 സെൽസ് ഉണ്ട്, അതേപോലെ തന്നെ ഒരു എഗ് സെൽസും ഉണ്ട്. അപ്പൊ അവിടെയും 3 സെൽസ് 3 ന്യൂക്ലിയസ് നമുക്ക് കാണാം. പിന്നെ സെൻട്രലിലേക്ക് നോക്കുമ്പോൾ നിങ്ങൾക്ക് അറിയാം, ഒരു ലാർജ് സെല്ല് മാത്രമേ ഉള്ളൂ. ഒരു ലാർജ് സെല്ല്, പക്ഷെ ആ ലാർജ് സെല്ലില് 2 ന്യൂക്ലിയസ് ഉണ്ട്. അപ്പൊ സെൽസ് എത്ര വന്നു? ചലാസൽ എൻഡില് 3 അല്ലെ, 3 3 6 1 7 സെൽസ് വന്നു അല്ലെ. 7 സെൽസ്. ന്യൂക്ലിയസ് ആണെങ്കിലോ 1 2 3 4 5 6. ഒരു സെല്ലിന് 2 ന്യൂക്ലിയസ് അല്ലെ. 6 + 2 8. അപ്പം 7 സെൽസും 8 ന്യൂക്ലിയസും ആണ് വരുന്നത്. ക്ലിയർ ആയോ? 7 സെൽസും 8 ന്യൂക്ലിയസും ആണ് വരുന്നത്. അപ്പൊ നമുക്ക് നമ്മുടെ ഓപ്ഷനിലേക്ക് പോയി നോക്കാം. അതേ കിടക്കുന്നു. 7 സെൽസും 8 ന്യൂക്ലിയസ്. തിരിഞ്ഞു പോവരുത്. 7 സെല്ലാണുള്ളത്, പക്ഷെ 8 ന്യൂക്ലിയസ് ഉണ്ട്. കാരണം എന്താ? ലാർജ് സെൻട്രൽ ആയിട്ടുള്ളൊരു സെല്ലുണ്ടല്ലേ, ആ സെല്ലില് ഒരു 2 ന്യൂക്ലിയസ് ആണ് ഒരു സെല്ലില് വരുന്നത്. നെക്സ്റ്റ് നോക്കാം. പോളിപ്ലോയിഡ് ലെവൽ ഓഫ് പ്രൈമറി എൻഡോസ്പെർം ന്യൂക്ലിയസ് അല്ലെ, പെൻ അഥവാ പ്രൈമറി പ്ലോയിഡി ലെവൽ ആണ് ചോദിച്ചിരിക്കുന്നത്. എന്താ പ്ലോയിഡി ലെവൽ എന്ന് പറഞ്ഞാൽ? ക്രോമസോം നമ്പേഴ്സ് ആണല്ലേ ചോദിച്ചിരിക്കുന്നത്. ഹാപ്ലോയിഡ്, ഡിപ്ലോയിഡ്, ട്രിപ്ലോയിഡ്, ടെട്രാപ്ലോയിഡ്. ഹാപ്ലോയിഡ് എന്ന് പറയുമ്പോൾ N കണ്ടീഷൻ, ഡിപ്ലോയിഡ് 2N കണ്ടീഷൻ, ട്രിപ്ലോയിഡ് 3N കണ്ടീഷൻ, ടെട്രാപ്ലോയിഡ് 4N കണ്ടീഷൻ. അപ്പൊ നമുക്ക് നോക്കാം. ആദ്യം എന്ന് പറയുമ്പോൾ ഒരു പോളൻ അല്ലെ, നമുക്ക് പോളൻ ജെർമിനേഷൻ അറിയാമോ? നമ്മുടെ സ്റ്റിഗ്മ ഉണ്ടല്ലോ, പ്ലാന്റ്സിന്റെ പാർട്ടായിട്ടുള്ള സ്റ്റിഗ്മയിലേക്ക് എന്ത് ചെയ്യും? പോളൻ ഗ്രെയിൻ ലാൻഡ് ചെയ്യും. സ്റ്റിഗ്മ എന്ന് പറഞ്ഞാൽ ഫീമെയിൽ ഭാഗമാണ് അല്ലെ, നമുക്ക് ഇങ്ങനെ എയറിലേക്ക് കോണ്ടാക്ട് ഉള്ള ഭാഗം. അപ്പൊ ആ സ്റ്റിഗ്മ റീജിയനിലേക്ക് എന്ത് ചെയ്യും? പോളൻ ഗ്രെയിൻസ് വന്ന് വീഴും അല്ലെ, ഡസ്റ്റ് ചെയ്യപ്പെടും. അപ്പൊ എന്ത് ചെയ്യും? അതവിടെ കിടന്നിട്ട് പോളൻ ട്യൂബ് ജെർമിനേറ്റ് ചെയ്യും. ഈ പോളൻ ട്യൂബ് സ്റ്റിഗ്മ കഴിഞ്ഞ അടുത്ത ഭാഗം ഏതാണ്? സ്റ്റൈല് വഴി നേരെ എവിടേക്ക് എത്തും? ഓവറിയുടെ റീജിയനിലേക്ക് എത്തും അല്ലെ. enters the ovule. എന്നിട്ട് ഓവറിൽ ആയിരിപ്പോഴും നമ്മുടെ ഓവ്യൂൾസ് ഇരിപ്പുണ്ട്. ഓവ്യൂളിലൂടെ അത് എവിടേക്ക് എത്തും? മൈക്രോപൈലാർ എൻഡിലേക്ക് എത്തും. 2 നോൺ മോട്ടൈൽ മെയിൽ ഗമീറ്റിനെ ക്യാരി ചെയ്യുന്നു. മൈക്രോപൈലാർ റീജിയനിലെ 2 ആരെ ക്യാരി ചെയ്യും? മെയിൽ ഗമീറ്റിനെ ക്യാരി ചെയ്യും. എന്നിട്ട് അത് പെനിട്രേറ്റ് ചെയ്തിട്ട് അല്ലെ, ഗൈഡ് ബൈ ഫുള്ളിഫോം അപ്പാരറ്റസ് ഗൈഡ് ചെയ്ത് ഇതിനെ ഗൈഡ് ചെയ്ത് ആ പോളൻ ട്യൂബ് എവിടെ എത്തും? സിനോജിഡ് സെൽസിൽ എത്തും. 1 of the 2 സിനോജിഡ് സെൽസ്. അതിൽ ആരുമായിട്ടായിരിക്കും പോയി ഫ്യൂസ് ചെയ്യുന്നത്? ഞാൻ ഇപ്പോഴത്തെ ഇമേജ് കാണിക്കുമ്പോൾ കുറച്ചും കൂടി ക്ലിയർ ആവും.
ഇവിടെ നമുക്ക് നോക്കുമ്പോൾ മനസ്സിലാവും ഇതേ നമ്മൾ പറഞ്ഞ പോലെ തന്നെ ഫീമെയിലിന്റെ സ്റ്റിഗ്മയാണ് കേട്ടോ, സ്റ്റിഗ്മ. ഓക്കെ, ഇത് സ്റ്റിഗ്മയാണ്. അപ്പൊ സ്റ്റിഗ്മയിലേക്ക് ഇങ്ങനെ പോളൻ ഗ്രെയിൻസ് എത്തിക്കുമ്പോൾ സ്റ്റിഗ്മയിൽ നിന്ന് പോളൻ ഗ്രെയിൻസ് എവിടേക്ക് എത്തണം? ഈ ഓവറിക്കുള്ളിലിരിക്കുന്ന ഓവ്യൂൾസിന്റെ അടുത്തേക്കാണ് എത്തേണ്ടത്. സോ എന്ത് ചെയ്യും? അതിങ്ങനെ ഒരു പോളൻ ട്യൂബ് ജെർമിനേറ്റ് ചെയ്ത് നമ്മുടെ ഓവ്യൂൾസിനുള്ളിലേക്ക് എത്തും. ഈ ഓവ്യൂൾസിനുള്ളിൽ എത്തിയിട്ട് എന്ത് ചെയ്യും? 2 മെയിൽ ഗ്യാമീറ്റിനെയാണ് അത് എന്ത് ചെയ്യുന്നത്? യൂഷ്വലി 2 മെയിൽ ഗ്യാമീറ്റിനെയാണ് ഇവിടേക്ക് എത്തുന്നത്. അതിലെത്തുന്നതിൽ ഒരു മെയിൽ ഗ്യാമീറ്റ്, ഇപ്പൊ 2 മെയിൽ ഗ്യാമീറ്റ് എത്തിയിട്ടുണ്ടല്ലോ. അപ്പം അതിൽ ഒരു മെയിൽ ഗ്യാമീറ്റ് ചെന്നിട്ട് എന്ത് ചെയ്യും? ഈ സിനർജിഡ് സെൽസിലെ ഇവിടെ എഗ് സെൽ ഇരിക്കുന്നുണ്ടോ, ഈ എഗ് സെല്ലുമായിട്ട് ഫ്യൂസ് ചെയ്യും. സോ മെയിൽ ഗ്യാമീറ്റ് യൂഷ്വലി N കണ്ടീഷൻ, ഹാഫ് ക്രോമോസോമേ ഉള്ളായിരിക്കും. എഗ് സെല്ലും ഹാഫ് N ചേർന്ന് 2N ഡിപ്ലോയിഡ് ആയിട്ടുള്ള സൈഗോട്ട് അവിടെ ഫോം ചെയ്യും. ഒരാളെ ഇവിടെ എൻറ്റർ ചെയ്തുള്ളൂ. ഇനി നെക്സ്റ്റ് അടുത്ത ആളും കൂടി ഉണ്ട് അല്ലെ. അടുത്ത ആൾ എന്താണ്? നേരെ ചെല്ലുമ്പോൾ നോക്കി സെക്കൻഡറി പോളാർ ന്യൂക്ലിയസ് ആയിട്ടാണ് എന്ത് ചെയ്യുന്നത്? ഫെർട്ടിലൈസ് ചെയ്യാനായിട്ട് പോകുന്നത്. അപ്പൊ ഈ പോളാർ ന്യൂക്ലിയസിന്റെ പ്രത്യേകത എന്താ? 1, 2 2 ന്യൂക്ലിയസ് ഉണ്ടല്ലേ. അപ്പം ഹാഫ് ആയിട്ടുള്ള മെയിൽ ഗ്യാമീറ്റ് 2 ന്യൂക്ലിയസ് ആയിട്ടുള്ള ആരുമായിട്ടാണ് പോയി ചെയ്യുന്നത്? പോളാർ ന്യൂക്ലിയമായിട്ടാണ് പോയി ചെയ്യുന്നത്. സോ 2+1 3N കണ്ടീഷനിലുള്ള എന്ത് ഫോം ചെയ്യും? പ്രൈമറി എൻഡോസ്പെർം ന്യൂക്ലിയസ് അഥവാ പെൻ ഫോം ചെയ്യും. നമ്മുടെ ക്വസ്റ്റ്യനിലേക്ക് നമുക്കൊന്ന് പോയി നോക്കാം. ക്വസ്റ്റ്യനിൽ എന്താ ചോദിച്ചിരുന്നത്? പോളിപ്ലോയിഡി ലെവൽ ഓഫ് പ്രൈമറി എൻഡോസ്പെർം ന്യൂക്ലിയസ് അല്ലെ. പ്രൈമറി എൻഡോസ്പെർം ന്യൂക്ലിയസിന്റെ പോളിപ്ലോയിഡി ലെവലാണ് ചോദിച്ചിരുന്നത്. അപ്പൊ എന്താ നമ്മൾ പറഞ്ഞത്? 2 ന്യൂക്ലിയസ് അല്ലെ, 2 മെയിൽ ഗ്യാമീറ്റ് ആണ് നമ്മുടെ എംബ്രിയോ സാക്കിലേക്ക് എൻട്രി ചെയ്യുന്നത്. എൻട്രി ചെയ്തിട്ട് വൺ ഓഫ് ദ മെയിൽ ഗ്യാമീറ്റ് ആരുമായിട്ട് ഫ്യൂസ് ചെയ്യും? സിനർജിഡ് റീജിയണിൽ ഇരിക്കുന്ന നമ്മുടെ എഗ് സെല്ലുമായിട്ട് ഫ്യൂസ് ചെയ്ത് നോർമൽ ആയിട്ടുള്ള ഡിപ്ലോയിഡ് സൈഗോട്ട് ഫോം ചെയ്യും. പിന്നെ അടുത്ത മെയിൽ ഗ്യാമീറ്റ് നേരെ ചെന്ന സെൻട്രലിൽ ഇരിക്കുന്ന പോളാർ ന്യൂക്ലിയസ് അല്ലെ. പോളാർ ന്യൂക്ലിയസ് അവിടെ 2 ന്യൂക്ലിയസ് ഉണ്ട്. സോ അതുമായിട്ട് ഫ്യൂസ് ചെയ്യുമ്പോൾ 2+1 3 ആയിട്ടുള്ള എന്ത് ഫോം ചെയ്യും? എൻഡോസ്പെർം ആണ് ഫോം ചെയ്യുന്നത്. സോ ഹാപ്ലോയിഡ് ആയിരിക്കുമോ? അല്ല. ഡിപ്ലോയിഡ് ആണോ? അല്ല. കറക്റ്റ് ആയിട്ടുള്ള ആൻസർ ഏതാണ്? ട്രിപ്ലോയിഡ് എന്നുള്ളതാണ് കറക്റ്റ് ആയിട്ടുള്ള ആൻസർ. ഇതിനെ നമ്മൾ വിളിക്കുന്ന ഒരു പേരുണ്ട്, ഡബിൾ ഫെർട്ടിലൈസേഷൻ ആണ് അല്ലെ. ആൻജിയോസ്പെർം പ്ലാന്റ്സുകളിൽ മാത്രം കാണുന്ന ഡബിൾ ഫെർട്ടിലൈസേഷൻ ആണ്. അപ്പൊ 2 തവണ ഫെർട്ടിലൈസേഷൻ നടന്നില്ലേ? അതായത് 2 മെയിൽ ഗ്യാമീറ്റ് വന്നു അല്ലെ. അതിലെ 2 മെയിൽ ഗ്യാമീറ്റില് ഒരു മെയിൽ ഗ്യാമീറ്റ് ആരുമായിട്ട് പോയി ഫ്യൂസ് ചെയ്തു? എഗ് അപ്പാരറ്റസിൽ ഇരിക്കുന്ന നമ്മുടെ എഗ് സെല്ലുമായിട്ട് ഫ്യൂസ് ചെയ്തു. എന്നിട്ട് എന്ത് ഫോം അവിടെ എന്താണ് ഉണ്ടാവുന്നത്? സൈഗോട്ട് അല്ലെ. ഡിപ്ലോയിഡ് കണ്ടീഷനിലുള്ള സൈഗോട്ട്, 2N സൈഗോട്ട് ഉണ്ടായി. ഇതിനെയാണ് നമ്മൾ എന്തെന്ന് വിളിക്കുന്നത്? നോർമൽ സിൻഗമി എന്ന് വിളിക്കുന്നത്. അതിനുശേഷം അടുത്ത ഒരു ആളോട് ഉണ്ടായിരുന്നു അല്ലെ. അടുത്ത ആൾ എന്ത് ചെയ്തു? അടുത്ത മെയിൽ ഗ്യാമീറ്റ് ചെന്നിട്ട് സെന്ററിലുള്ള പോളാർ ന്യൂക്ലിയസുമായിട്ട് ഫോം ചെയ്തിട്ട് പ്രൈമറി എൻഡോസ്പെർം ന്യൂക്ലിയസ് ആണ് ഫോം ചെയ്തത്. അപ്പൊ 2 തരത്തിലുണ്ട്. രണ്ടാമത്തേന് നമ്മൾ ട്രിപ്പിൾ ഫ്യൂഷൻ എന്നും ആദ്യത്തേനെ നമ്മൾ എന്തെന്നുമാണ് വിളിക്കുന്നത്? സിൻഗമി എന്നുമാണ് വിളിക്കുന്നത്. 2 ഇവന്റുകളാണ് നടന്നത്, സിൻഗാമിയും ട്രിപ്പിൾ ഫ്യൂഷനും. സിൻഗമി എന്ന് പറയുമ്പോൾ വൺ ഓഫ് ദ മെയിൽ ഗ്യാമീറ്റ് പ്ലസ് സിനർജിഡ് റീജിയണിലുള്ള എഗ് അപ്പാരറ്റസ്. സോ സൈഗോട്ട് ഫോം ചെയ്യുന്നു, അതാണ് എന്ത്? സിൻഗമി. ട്രിപ്പിൾ ഫ്യൂഷനിലെ വൺ ഓഫ് ദ മെയിൽ ഗ്യാമീറ്റ് ചെന്നിട്ട് സെൻട്രലിലുള്ള 2 പോളാർ ന്യൂക്ലിയസ്, സോ 3N കണ്ടീഷനിലുള്ള എന്താ ഫോം ചെയ്യുന്നത്? പ്രൈമറി എൻഡോസ്പെർം ന്യൂക്ലിയസ് ആണ് ഫോം ചെയ്യുന്നത്. അപ്പൊ ഇങ്ങനെ 2 തരത്തിലുള്ള ഫ്യൂഷൻ നടക്കുന്നതുകൊണ്ട് തന്നെ ഇതിനെ ഡബിൾ ഫെർട്ടിലൈസേഷൻ എന്നാണ് വിളിക്കുന്നത്. ഡബിൾ ഫെർട്ടിലൈസേഷൻ മെയിൻ ആയിട്ട് ആൻജിയോസ്പെർം പ്ലാന്റ്സിലാണ് കാണാനായിട്ട് സാധിക്കുന്നത്. അപ്പൊ ഇതിന്റെ ആൻസർ എന്താണ്? പ്രൈമറി എൻഡോസ്പെർം ന്യൂക്ലിയസിന്റെ പ്ലോയിഡി ലെവൽ എന്ന് പറഞ്ഞാൽ ട്രിപ്ലോയിഡ് ആണ്. ഇനി സൈഗോട്ട് ആണ് ചോദിക്കുന്നതെങ്കിലോ ഡിപ്ലോയിഡ് ആണ് ചോദിക്കുന്നത്. ഗമീറ്റുകളാണ് ചോദിക്കുന്നതെങ്കിൽ ഹാപ്ലോയിഡ് ആയിരിക്കും പ്ലോയിഡി ലെവൽ എന്ന് പറയുന്നത്. അപ്പൊ നമ്മൾ സെല്ലിൽ നിന്നുള്ള ക്വസ്റ്റ്യൻസ് ഡിസ്കസ് ചെയ്തു, അതേപോലെ തന്നെ മോർഫോളജിയിൽ നിന്നുള്ള ക്വസ്റ്റ്യൻസ് ഡിസ്കസ് ചെയ്തു. ഇതിപ്പം അനാട്ടമി ആയിട്ട് ബന്ധപ്പെട്ട ക്വസ്റ്റ്യൻസ് ആണ് അല്ലെ. അപ്പം ഇത്രയും ഭാഗത്തു നിന്നുള്ള ക്വസ്റ്റ്യൻസ് നമ്മൾ ഡിസ്കസ് ചെയ്തു. അപ്പൊ ഇന്ന് പറഞ്ഞ കാര്യങ്ങൾ എല്ലാവർക്കും മനസ്സിലായി എന്ന് വിശ്വസിക്കുന്നു. താങ്ക് യു.